ഹലോ ഗായ്സ്, ഞാനിപ്പോൾ എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി തവണ AFK നിന്ന് ഏകദേശം 2.5 മണിക്കൂർ AFK നിന്ന് നമ്മൾ ഒത്തിരി അയൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അയൺ കാണിച്ചു തരാം. പിന്നെ ഈ ഫാം നല്ലോണം വർക്കിംഗ് ആണ്. ഇവിടാണ് നമ്മുടെ കണക്ഷൻ ഏരിയ. നമുക്ക് മൊത്തത്തിൽ 15 സ്റ്റാക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. അല്ലേ, 15 അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, 15 സ്റ്റാക്കും 40 അയണും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗോളെന്ന് വെച്ചാൽ നമുക്കൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം. ട്രേഡിംഗ് ഹാളും പിന്നൊരു എന്തായാലും പറയുന്നത് നെതർ ഹബ്ബും. ഓക്കെ, നമുക്ക് ഇത്രയും വില്ലേജറിനെ നമ്മൾ AFK സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്രയും വില്ലേജർ മതി നമുക്ക് ഒരു ട്രേഡിംഗ് ഹാൾ, ചെറിയൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാം. പിന്നെ ഈ ഭ്രാന്ത് ഒരു ജോലിയും ചെയ്യാത്ത പച്ച ഡ്രസ്സ് ഇട്ട് ഇവനെ എനിക്ക് വേണ്ട. ഓക്കെ, ഇവനെ കൊന്നേക്കാം. ഓക്കെ, ഒരിട്ട്. ഓക്കെ, അങ്ങനെ ചത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ സൈഡിലാണ് നമുക്കൊരു നെതർ ഹബ്ബ് പ്ലസ് ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇവിടെ എന്തിനാണ് ഇങ്ങനെ സ്കെലട്ടൺസ് പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭ്രാന്തന്മാരടിച്ചുമെല്ലാം. ഓക്കെ, ഒന്ന് തീർത്തു, അടുത്തതിനെ തീർത്തു. നമുക്ക് ഇവിടെ വേണം ഉണ്ടാക്കാൻ. ഞാൻ എൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് 3 ബ്ലോക്ക് ഹൈറ്റും 3 ബ്ലോക്ക് വീതിയുമാണ് വേണ്ടത്. ഇവിടെ ലാവയുണ്ടേ. ഓക്കെ ഗൈസ്, നമ്മുടെ നെതർ ഹബിൻ്റെ ഡിസൈന് ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഇപ്പുറത്ത് വേണം വില്ലേജറിനെ നിർത്താൻ. അപ്പോൾ അതിൻ്റെയും കൂടെ ഞാനൊരു ഡിസൈൻ ഉണ്ടാക്കട്ടെ. മഹാനായ വില്ലേജറിന് വേണ്ടി നമുക്ക് ഈ ഒരു ഡിസൈൻ മതി. ഓക്കെ, ഇനി ഞാൻ ഇതേ പാറ്റേണിൽ 6 വില്ലേജർമാർക്ക് നിൽക്കാൻ പറ്റുന്ന പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി ഇതാണ്ട് 6 വില്ലേജർമാർക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നല്ലോണം ഒരു നെതർ ഹബ്ബും പിന്നെ ട്രേഡിംഗ് ഹാളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ 6 പേരെയും കൊണ്ട് നിർത്തണം, എന്നിട്ട് അതിന് ജോബ് കൊടുക്കണം. ഓക്കെ ഗായ്സ്, അങ്ങനെ 6 വില്ലേജറിനെ നമ്മൾ സെറ്റാക്കണം. ഇനി ജോബ് കൊടുക്കാം. ഓക്കെ ഗൈസ്, അതിന് ഞാൻ എല്ലാത്തിനും പണി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ നെതറിൽ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വില്ലേജറിൻ്റെ അടിയിലോ മുകളിലോ ബെഡ് വെക്കണം. എങ്കിലേ ഇത് ഈ വർക്ക് സ്റ്റേഷനുമായിട്ട് ലിങ്ക് ആവൂ. ഇനി എനിക്ക് അവന്മാരുമായിട്ട് അയൺ ട്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അയൺ ഫാമിൽ നിന്ന് പോയി ഒരു 5 സ്റ്റാക്ക് അയൺ എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ അയണൊക്കെ എടുത്തിട്ടുണ്ട് വന്നിട്ട്. പക്ഷെ നമുക്ക് ആദ്യം ആ ടൂൾ സ്മിത്തിനെ ഒന്ന് ആ എൻഡ് അൺലോക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് എമറാൾഡ് വേണം. അപ്പോൾ അതിന് നമ്മൾ മറ്റേ ആ മാൻഷൻ്റെ നിന്ന് നമ്മൾ കുറച്ച് ക്ലേ എടുത്ത് എമറാൾഡ് വെച്ചിട്ട് ഇനി നമുക്ക് ഇവന്മാരെ അൺലോക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അയണിൻ്റെ ട്രേഡ് വരും. എന്നിട്ട് ആ അയണിൻ്റെ ട്രേഡ് വെച്ച് നമുക്ക് ഇനി ബാക്കിയുള്ള എമറാൾഡ് നമുക്ക് കിട്ടും. പിന്നെ അത് വെച്ച് നമുക്ക് ഒരുപാട് ഡയമണ്ട് ടൂൾസ് കിട്ടും. അങ്ങനെ പിന്നെയും നമ്മൾ കുറച്ച് എമറാൾഡ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെയും നമ്മുടെ ആർമറിൻ്റെ കയ്യിൽ നിന്ന് ട്രേഡ് ചെയ്ത് നമുക്ക് ഇനിയും നമുക്ക് ഡയമണ്ട് ആർമർ ആവാൻ പറ്റും. ഓക്കെ, നമുക്ക് അതൊക്കെ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് എമറാൾഡ് വേണം. ഓക്കെ ഗായ്സ്, നിങ്ങളെൻ്റെ കയ്യിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ 41 എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതെന്ന് വെച്ചാൽ നമ്മൾ ടൂൾ സ്മിത്തിനെ നമ്മൾ മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാസ്റ്റർ ആക്കിയിട്ട് നമ്മൾ നേരെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വേണമെങ്കിൽ നമുക്ക് ഡയമണ്ടിൻ്റെ ടൂൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗൈസ്, അൺബ്രേക്കിംഗ് 3, സിൽക്ക് ടച്ച്, എഫിഷ്യൻസി 3. ഞാൻ ഇതിപ്പോഴാണ് കാണുന്നത്. നല്ല പിക്കാക്സിന് കുഴപ്പമില്ല, പക്ഷേ ഷവലിൻ്റെ നല്ല എൻചാൻറ്റിങ് ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് വേറെ ടൂൾ സ്മിത്തിൻ്റെ നമുക്ക് ആക്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എൻചാൻറ്റിങ് കൂടെ നോക്കാം. ഞാൻ എൻചാൻറ്റിങ് ഒന്നും നോക്കിയില്ലായിരുന്നു. അതിന് കുഴപ്പമില്ലാത്ത എൻചാൻറ്റിങ് ഒക്കെയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മളൊരു ട്രേഡിംഗ് ഹാർഡ് സെറ്റാക്കി, ഒരു നെതർ ഹബ്ബ് സെറ്റാക്കി. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്കൊരു ഡയമണ്ട് ആർമർ ആവണം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ അതൊരിക്കും ബൈ. ഡയമണ്ട് ആർമർ മാത്രമല്ല, ടൂൾസും ആവണം.